Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വലിയ വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല കുറച്ച് മാംസമൊക്കെ അധികമുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുത്ത് വെച്ച് കൊടുക്കുക. അപ്പം മസാലയൊക്കെ നമ്മൾ പുരട്ടി വെക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനൊരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്തോളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എങ്ങനത്തെ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, പുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ ആയാലും പ്രശ്നമില്ല. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് നാരങ്ങ, അത് പിഴിഞ്ഞൊഴിക്കാം. ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പറ്റുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ എരിവൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടെ ചേർത്തോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വറുക്കുമ്പോൾ എന്തായാലും ഫ്രൈ പാനിൽ പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഒരുപാട് എണ്ണയും ആവശ്യം ഉണ്ടാവത്തില്ല അങ്ങനെ വറുക്കുമ്പോഴത്തേക്ക്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കണേ. അതൊന്ന് പിച്ച് ചെയ്തതിൻ്റെ അകത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടെ ചിക്കൻ നന്നായിട്ട് മസാല പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മസാല ചിക്കനിലേക്ക് പിടിക്കും. ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ഇടാം. ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടാം. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കരുത്. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.